പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലരൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലിന്റെ എതിരാളികൾ ആരായിരിക്കുമെന്നുള്ളത്. നിലവിൽ ഗ്രൂപ്പ് സിയിൽ ബ്രസീലാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. മാത്രമല്ല നിലവിലെ ചാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യൻസ് ആയേക്കുക ബ്രസീൽ തന്നെയായിരിക്കും. ഇനി ബ്രസീൽ ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യൻസ് ആവുകയാണെങ്കിൽ ഗ്രൂപ്പ് എഫിലെ റണ്ണറപ്പ് ആയിട്ടുള്ള ടീമിനെയാണ് നേരിടേണ്ടത്. നിലവിലെ ചാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജപ്പാനായിരിക്കും റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലിന്റെ എതിരാളികൾ. ജപ്പാന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച ഫോമിലാണ് നിലവിൽ ഈ ഒരു വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ജപ്പാൻ അല്ലെങ്കിൽ നെതർലൻഡ്സ് ആവാനുള്ള ചാൻസും ഉണ്ട്. അടുത്തൊരു കാര്യം റാഫിനിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബ്രസീൽ ടീമിന് ഏറെ തിരിച്ചടി നൽകിയൊരു കാര്യമായിരുന്നു റാഫിനിയുടെ പരിക്ക്. റാഫിനിയുടെ വലത്തെ കാലിലാണ് മസിൽ ഇഞ്ചുറി വന്നിരിക്കുന്നത്. നിലവിൽ റാഫിനിയുടെ റിക്കവറി ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. റൗണ്ട് ഓഫ് 16 മുൻപ് തന്നെ റാഫിന തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ടീം ഉള്ളത്. എന്നാലും റാഫിന ബ്രസീൽ ക്യാമ്പ് വിട്ടുപോവില്ല. അടുത്തൊരു വാർത്ത ISL-ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL നടക്കുമോ ഇല്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ വാർഷിക പൊതുയോഗത്തിൽ ചില കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട്. അവരെല്ലാം വ്യക്തമാക്കുന്ന അനുസരിച്ച് ISL സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കും. മാത്രമല്ല AAFന്റെ പേര് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കി ക്ലബ്ബുകൾക്ക് ആദ്യ 11-ൽ 3 വിദേശ താരങ്ങളെയും ഇന്ത്യൻ വംശജനായ ഒരു താരത്തിനെയും കളത്തിലിറക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ മുഴുവൻ 90 മിനിറ്റും കളത്തിൽ ഉണ്ടായിരിക്കും. ISL ഐ ലീഗ് ക്ലബ്ബുകൾ കളത്തിൽ ഒരേ സമയം 4 വിദേശ താരങ്ങളെ ഇറക്കണമെങ്കിൽ ഇന്ത്യൻ വംശജനായ വിദേശ താരം നിർബന്ധമായും ഉൾപ്പെട്ടിരിക്കണം. ആ താരത്തെ സൈൻ ചെയ്യാത്ത ക്ലബ്ബുകൾ കളത്തിൽ പരമാവധി 3 വിദേശ താരങ്ങളെ മാത്രമായിരിക്കും ഇറക്കാൻ സാധിക്കുക. എന്താ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ISL വരുന്ന സെപ്റ്റംബർ 4-ന് ആരംഭിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.